ഒരു നുണ പോലും പറയാത്തൊരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ്. ആ ഒരു വ്യക്തി ഒരു ന്യായാധിപൻ്റെ മുൻപിൽ, ഒരു ജഡ്ജിൻ്റെ മുമ്പിൽ പോയി തലകുനിച്ച് നിൽക്കുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു, ചെറിയൊരു കേസാണെങ്കിൽ പോലും. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് വേണ്ടി ആരും ഇല്ല അമ്മയെ വാദിക്കാനായിട്ട്. അമ്മ ഞങ്ങളുടെ അഡ്വക്കേറ്റായിട്ട് പോയി നിന്ന് കോർട്ടിൽ പോയി ഞങ്ങളെ ജയിപ്പിച്ച് തരണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഷാനു ബിനീഷ്. ഞാൻ UK വിഗൻ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. നാട്ടിൽ എൻ്റെ വീട് ചമ്പക്കര, ഹസ്ബൻഡിൻ്റെ വീട് ഇരുമ്പനം. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് അമ്മ ഈ പരിപാവനമായ പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചിരിക്കുന്നതിന്. ഇന്നുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും അവിടുത്തെ തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇതെൻ്റെ മോള് എയ്മി, ഇത് ഹസ്ബൻഡ് ബിനീഷ്. ഞാൻ ഓൺലൈനാണ് ഇതുവരെ ഉടമ്പടി എടുത്തിട്ടുള്ളത്. 2019 ആദ്യമായി ഞാൻ UK വെച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാനിവിടെ വന്ന് ഒരു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇപ്പോഴുള്ള അനുഗ്രഹങ്ങളും ഓൺലൈൻ ഉടമ്പടി വഴിയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, എനിക്ക് ഒരു ജോലി അമ്മ തന്ന് അനുഗ്രഹിച്ച സംഭവമാണ്. ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് എൻ്റെ ജോലി റിസ്കിലായിരുന്നു. ഞാനൊരു UK ഒരു ഡെൻ്റൽ ഗ്രൂപ്പിൻ്റെ ഹെഡ് ഓഫീസിലായിട്ട് ഒരു മാനേജറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ജോലി റിസ്കിലായി, എപ്പോൾ വേണമെങ്കിലും ജോലി പോവാം എന്നൊരവസ്ഥ വന്നപ്പം ഞാൻ ഉടമ്പടി എടുത്ത് അതൊരു നിയോഗമായി വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഞാനൊരു ഒരുപാട് ജോലികൾക്ക് ഞാൻ അപ്ലൈ ചെയ്തു. കാരണം എനിക്ക് എൻ്റെ മെറിറ്റിൽ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് 15 വർഷത്തെ ജോബ് എക്സ്പീരിയൻസ് ഉണ്ട്. UK തന്നെ എനിക്ക് 5 വർഷത്തിലധികം മാനേജറിയൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് 2 മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്. അപ്പം അഹങ്കാരമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഒരു ജോലി കിട്ടാതെ ഞാൻ എൻ്റെ സഹപ്രവർത്തകയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊക്കെ ഒരു ജോലി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ നമുക്കെന്നാണ് പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിൽ എനിക്കെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം അതിനുള്ള മെറിറ്റ് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്കുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ബയോഡേറ്റയ്ക്ക് ഏറ്റവും മാച്ച് ചെയ്യുന്ന ഒരുപാട് ജോലികൾ ഞാൻ അപ്ലൈ ചെയ്തു. 100 ജോലികളോളം ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷേ ഒരു ഇൻ്റർവ്യൂവിന് പോലും, ഓഫർ പോയിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോലും എന്നെ വിളിച്ചില്ല ഒരിടത്തുനിന്നും. അപ്പോൾ ആദ്യത്തെ ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്തപ്പം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. കാരണം എൻ്റെ ബയോഡേറ്റ അതുപോലെ ഒപ്പിയെടുത്ത് വെച്ച ഒരു ജോബ് ഡിസ്ക്രിപ്ഷനായിരുന്നു അത്. അതിന് വിളിക്കാത്തപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ആരെങ്കിലും അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. 2ാമത്തെയും 3ാമത്തെയും അങ്ങനെ തന്നെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഈസി ആയിട്ട് എനിക്ക് ഈ ജോലി കിട്ടാൻ പോകുന്നില്ല. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി മാറ്റാൻ വേണ്ടിയാണ് ഇത് സംഭവിക്കുന്നതെന്ന് എനിക്ക് ഉള്ളിൽ ഇങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ ഓൺലൈനിൽ വീണ്ടും ഉടമ്പടിയെടുത്ത് ഇതൊരു നിയോഗമാക്കി വെച്ചിട്ട് ശക്തമായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ഞാൻ അപ്ലൈ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മ പോലും ഇല്ലാത്തൊരു ഗവൺമെൻറ് ജോലിയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്തിരുന്ന എൻ്റെ എക്സ്പീരിയൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു ജോലിയാണ്. അപ്ലൈ ചെയ്താലും എനിക്ക് കിട്ടുന്ന, എനിക്കൊരു കോൺഫിഡൻസും ഇല്ലാത്തൊരു ജോലി. എങ്കിലും ആകെ വന്നൊരു ഇൻ്റർവ്യൂ ആയതുകൊണ്ട് ഞാനത് യെസ് പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ആപ്ലിക്കേഷൻ ചെയ്യാൻ തന്നെ വളരെ ഡിഫിക്കൽട്ടായിരുന്നു. 1 ആഴ്ച പ്രിപ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻ ചെയ്തത്. ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഈ ജോലി കിട്ടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. എങ്കിലും ആകെ വന്നൊരു ഇൻ്റർവ്യൂ ആയതുകൊണ്ട് ഞാനതിന് പോയി. വീട്ടിൽ വെച്ചായിരുന്നു ഇൻ്റർവ്യൂ, ഓൺലൈനായിരുന്നു. 3 പേരുള്ള പാനലായിരുന്നു. ഞാൻ ഇന്ന് വരെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് അവർ ചോദ്യങ്ങൾ ചോദിച്ചത്. ഇറങ്ങി വന്നപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഇൻ്റർവ്യൂ. ഞാനൊരു മാനേജറായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ് ആളുകളെ. അപ്പോൾ എനിക്കറിയാം എങ്ങനെ പെർഫോം ചെയ്താൽ ഇവർ സെലക്റ്റഡ് ആവും എന്നുള്ളത്. ആ ഒരു ഇത് വെച്ചിട്ട് അസസ് ചെയ്യുമ്പോൾ ഈ ജോലി എനിക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഭയങ്കര ടഫായിരുന്നു, എനിക്ക് ജോലി കിട്ടില്ല. പക്ഷെ ഞാൻ ഈ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അമ്മ എനിക്ക് തന്നൊരു വചനമാണ്, നിൻ്റെ ദൈവമായ കർത്താവാണ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്,
ചെയ്ത് നിനക്ക് വിജയം നേടിത്തരുന്നത് എന്നുള്ളത്. അത് വെച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കാരണം എൻ്റെ മെറിറ്റിൽ ഞാൻ അപ്ലൈ ചെയ്ത 100 ജോലിക്കും എനിക്കൊരു ഇൻ്റർവ്യൂ പോലും ലഭിച്ചില്ല. അപ്പോൾ നീ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് എനിക്കൊരു ജോലി നേടിത്തരണേ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറയുകയാണ്, എനിക്ക് ഡിഫിക്കൽട്ടായിരുന്നു ഇൻ്റർവ്യൂ, കിട്ടില്ല. പക്ഷേ എനിക്ക് വേണ്ടി എൻ്റെ ദൈവമായ കർത്താവാണ് യുദ്ധം ചെയ്യുന്നത്, അതുകൊണ്ട് ഈ ജോലി എനിക്ക് ലഭിക്കുമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. എന്നാലും എനിക്ക് മനസ്സിൽ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അത്ഭുതകരമായി ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഇമെയിൽ വരുവാണ്. തുറന്നു നോക്കിയപ്പം യു ഹാവ് ബീൻ സെലക്റ്റഡ്, നിനക്ക് ഈ ജോലി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ അതിൻ്റെ ഒത്തിരി ചെക്കുകളും ഗവൺമെൻറ് ആയതുകൊണ്ട് ഒരുപാട് വേരിഫിക്കേഷൻസ് ചെക്കുകൾ കാലതാമസം എടുക്കുമ്പോഴെല്ലാം ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നവംബർ 24-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് അമ്മ എനിക്ക് ആ ജോലി സ്ഥിരീകരിച്ച് തന്നത്. ഇപ്പം ഞാൻ 8 മാസമായി അവിടെ വർക്ക് ചെയ്യുന്നു. ജോലി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം ഇതാണ്. പക്ഷേ കയറിക്കഴിഞ്ഞപ്പം അതിലും വലിയ കാര്യങ്ങളാണ് അമ്മ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നത്. എൻ്റെ ടീമിലുള്ള എല്ലാവരും വർക്ക് ചെയ്യുന്നത് ലണ്ടനിലുള്ള ഓഫീസിലാണ്, ഞാൻ മാഞ്ചസ്റ്ററിലാണ്. അപ്പോൾ എല്ലാ പോസ്റ്റുകളും ലണ്ടനിലായിരിക്കെ ഈ ഒരു പോസ്റ്റ് മാത്രം അവരെല്ലായിടത്തും ഓപ്പൺ ആക്കി. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ജോലി കിട്ടിയത്. അപ്പോൾ അമ്മ എനിക്ക് വേണ്ടി ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു അവിടെ. പിന്നീട് കയറിക്കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഞാൻ അറിയാണ്, 1 വർഷം മുമ്പ് മാത്രം ക്രിയേറ്റ് ചെയ്തൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജി സെക്യൂരിറ്റി ആൻഡ് നെറ്റ് സീറോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 1 വർഷം മുമ്പ് എന്ന് പറയുന്നത് എൻ്റെ ജോലി റിസ്ക്കായി ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് തുടങ്ങുന്ന സമയമാണ്. അന്നു മുതലേ അമ്മ അത് കണ്ട് എനിക്ക് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അമ്മ ക്രിയേറ്റ് ചെയ്ത് അതിൽ സാൽഫോർഡിൽ, ഞാൻ താമസിക്കുന്ന മാഞ്ചസ്റ്ററിൽ അടുത്തുള്ള സാൽഫോർഡിൽ എനിക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഓപ്പൺ ചെയ്ത് എന്നെ അതിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ്. പിന്നെ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പം എനിക്ക് അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തിൽ നിന്ന് അല്പം മാത്രമേ കൂടുതലുണ്ടായിരുന്നുള്ളൂ. കുറച്ചുകൂടി കൂടുതലുള്ള ശമ്പളമുള്ളൊരു ജോലി വേണം എന്നായിരുന്നു ആഗ്രഹം. എങ്കിലും ഇത് കിട്ടിയതുകൊണ്ടും ഗവൺമെൻറ്റിന് ഒരുപാട് ഉള്ളതുകൊണ്ടും ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും അറിയുകയാണ്, ഓൾറെഡി ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ശമ്പള വർധനവിനുള്ള റിക്വസ്റ്റ് ഗവൺമെൻറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. 3 മാസത്തിനുള്ളിൽ ബാക്ക് ഡേറ്റഡ് ആയിട്ട് ഞാൻ ജോയിൻ ചെയ്ത ദിവസം മുതൽ എനിക്ക് ശമ്പളം കൂട്ടിക്കിട്ടുകയാണ്. അതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി. അതുപോലെ തന്നെ ഞാൻ UK പോയത് മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാനായിട്ടാണ്. MSc ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു കോഴ്സാണ് ഞാൻ ചെയ്തത്. പക്ഷേ കോഴ്സ് കഴിഞ്ഞ ഉടനെ മോളുണ്ടായി. അതുകൊണ്ട് എനിക്ക് ഞാൻ പഠിച്ച സ്ട്രീമിലുള്ള ജോലി എനിക്ക് അതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. മോളെ നോക്കാൻ വേണ്ടി ഞാൻ പാർട്ട് ടൈം ജോലികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വീടിൻ്റെ അടുത്തും മോളുടെ ചൈൽഡ് കെയറുമായിട്ട് അറൗണ്ടുമായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി എപ്പോഴും എന്നോട് പറയും, മോളെ പഠിച്ച ജോലി കിട്ടാനായിട്ട് നീ നോക്കണം. അപ്പം ഞാൻ മമ്മീനെ സമാധാനിപ്പിക്കാനായിട്ട് പറയും, എനിക്ക് പഠിച്ച ജോലി തന്നെയാണ് മമ്മി കിട്ടിയത്, പക്ഷേ മനസ്സിലുണ്ട് ഞാൻ പഠിച്ച ജോലിയല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ഈ ഗവൺമെൻറ് ജോലിക്ക് കയറി 1 മാസം കഴിഞ്ഞൊരു ടീം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ലൈഡ്, ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ അവർ ഇട്ടേക്കുമായിരുന്നു. ആ സ്ലൈഡിൽ എല്ലാവരുടെയും പേരുകളും അവർക്കുള്ള ജോബ് റോളുകളും എഴുതിയിട്ടുണ്ട്. എൻ്റെ ജോബ് റോൾ കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ എൻ്റെ ജോബ് റോൾ എഴുതിയിരിക്കുന്നത് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ലീഡ് എന്നാണ്. അതായത് ഞാൻ 15 വർഷം മുമ്പ് MSc കംപ്ലീറ്റ് ചെയ്ത് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് ഫീൽഡിൽ ജോലി ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാനൊരു ഇൻഫർമേഷൻ മാനേജറായേനെ. അതിനും മുകളിലുള്ള പോസ്റ്റാണ് ഗവൺമെൻറ്റിലുള്ള ഇൻഫർമേഷൻ ലീഡ് എന്ന് പറയുന്നത്. എൻ്റെ 15 വർഷം നഷ്ടപ്പെട്ട എൻ്റെ 15 വർഷത്തെ കരിയർ ഒരൊറ്റ ഉടമ്പടിയിലൂടെ അമ്മ അത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് എനിക്ക് തരുകയാണ്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഉടമ്പടിയിൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണിത്. അതിന് മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊള്ളുന്നു. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഒരു ഹസ്ബൻഡിന് ഒരു
കേസിൽ അന്യായമായിട്ട് ഹസ്ബൻഡ് അകപ്പെട്ടായിരുന്നു. അവരുടെ ഓഫീസിൽ അവർക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, അതിന് പാർക്കിംഗ് പെർമിറ്റും ഉണ്ട്. അതൊരു പ്രൈവറ്റ് കമ്പനിയാണ് അത് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കാറിൽ പാർക്കിങ്ങിൻ്റെ പെർമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മുകളിൽ വേറൊരു പേപ്പർ ഇങ്ങനെ വന്ന് കിടന്നതുകൊണ്ട് പാർക്കിംഗ് ഓഫീസർ വന്നപ്പോൾ അത് കണ്ടില്ല. അപ്പോൾ ഇവർ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ CCTV-യിൽ കാണാം പാർക്കിംഗ് ഓഫീസർ വന്നിട്ട് ടിക്കറ്റ് അടിക്കുവാണ്. അപ്പം ഹസ്ബൻഡ് ഓടി താഴെ പോയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ പെർമിറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കാണിച്ചു കൊടുത്തു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഓൾറെഡി ടിക്കറ്റ് അടിച്ചു പോയി, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് പറഞ്ഞാൽ മതി, ഇത് വലിയ കാര്യമൊന്നുമല്ല, അവർ ശരിയാക്കി തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ തന്നെ കസ്റ്റമർ കെയറിൽ വിളിച്ച് പറഞ്ഞു, അവർ അതിനുള്ള പാർക്കിംഗ് പെർമിറ്റിൻ്റെ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. കാര്യങ്ങളെല്ലാം അവരുടെ വെബ്സൈറ്റിൽ ഫോമിൽ കൂടി ഫില്ല് ചെയ്ത് അയച്ചു കൊടുത്തു. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടോ ഇത് ക്ലോസ് ആവുന്നില്ല, ഈ ഒരു പാർക്കിംഗ് ടിക്കറ്റ് വന്നത്. അത് നമുക്ക് ലെറ്റർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, നിങ്ങൾ ഫൈൻ അടയ്ക്കണം. ഓരോ പ്രാവശ്യം ലെറ്റർ വരുമ്പോഴും ഫൈനിൻ്റെ എമൗണ്ട് കൂടി വരും. അവസാനം ലെറ്റർ വന്നു തുടങ്ങി, നിങ്ങൾ ഇനി ഫൈൻ അടച്ചില്ലെങ്കിൽ നിങ്ങളെ കോടതിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഓടി ചെന്ന് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇത് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി നമ്മൾ അടച്ചില്ലെങ്കിൽ നമ്മൾ കോടതിയിൽ പോകേണ്ടി വരും, എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒത്തിരി പ്രാവശ്യം അവരെ കോണ്ടാക്ട് ചെയ്തതാണ്. അതുകൊണ്ട് മടുത്ത്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ അടയ്ക്കില്ല, കോടതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് കാണാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഇംഗ്ലീഷുകാരായിട്ടുള്ള കൊളീഗ്സ് എല്ലാം പറഞ്ഞിരുന്നു, ഇത് പേടിക്കേണ്ട, അവർക്ക് നമ്മളെ കോർട്ടിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, കുറേ കഴിയുമ്പോൾ അവരും മടുത്ത് നിർത്തിക്കോളും. ആ ഒരു ധൈര്യത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഇരിക്കെ ഉടനെ അടുത്ത ഒരു മാസം കഴിഞ്ഞ ഒരു ലെറ്റർ വരുവാണ്. അത് അവിടുത്തെ കോർട്ടിൽ നിന്ന്, കൗണ്ടി കോർട്ട് എന്ന് പറയുന്നത് ശരിക്കും സീരിയസ് ആയിട്ടുള്ളൊരു കോർട്ടാണ് UK-യിൽ. അവിടെ നിന്ന് ലെറ്റർ വരുവാണ്, നിങ്ങൾക്കെതിരെ ഇന്ന കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അടുത്ത ലെറ്റർ വരുന്നത് നിങ്ങൾ കോർട്ടിൽ അപ്പിയർ ചെയ്യേണ്ട ഡേറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നെഗോഷിയേഷൻ സർവീസ് ഉണ്ട്, അത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെ ലീഗൽ ഡയറക്ടറെയൊക്കെ ഞാൻ ഈ ലെറ്റർ കൊണ്ടുപോയി കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുക്കണം, കാരണം ഇതിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ കോർട്ടിൽ പോയാലും 2 വർഷം മുമ്പാണ് ഇത് സംഭവിച്ചത്. നമ്മുടെ കയ്യിൽ രേഖകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോൾ ഉടമ്പടിയിലുള്ള സമയമാണ്, ഈ ഒരു നിയോഗം കൂടി വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ നമ്മൾ നെഗോഷിയേഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തു, പക്ഷേ അത് നിർഭാഗ്യവശാൽ നമുക്കത് കിട്ടിയില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, ആരുമില്ല അമ്മേ, ഞങ്ങൾക്ക് ഒന്നൊരു ചോദിക്കാൻ പോലും ആരുമില്ല. ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയി ഒരു ഉപദേശം ചോദിക്കാൻ തന്നെ നമ്മൾ 100 പൗണ്ട് കൊടുക്കണം. അപ്പോൾ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു 50 പൗണ്ട് അടച്ചാൽ മതിയായിരുന്നു. കോർട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ മിനിമം ഒരു 1500 പൗണ്ട് നമുക്ക് ചിലവാകും. ഇനി നമുക്കെതിരെ വിധി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയൊക്കെ ബാധിക്കുമോ, അങ്ങനെ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. ഞങ്ങളൊരു വീടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ ഫിനാൻഷ്യലായിട്ട് ക്രെഡിറ്റ് ഹിസ്റ്ററിയെ ബാധിക്കുന്ന ഒരു നെഗറ്റീവ് മാർക്ക് വന്നാൽ ഇനി നമുക്ക് ലോൺ കിട്ടാതെ വരുമോ വീട് മേടിക്കാൻ, അങ്ങനെ ഒത്തിരി ആശങ്ക. അതിനേക്കാൾ ഉപരിയായി ഒരു നുണ പോലും പറയാത്തൊരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ്. ആ ഒരു വ്യക്തി ഒരു ന്യായാധിപൻ്റെ മുൻപിൽ, ഒരു ജഡ്ജിൻ്റെ മുമ്പിൽ പോയി തലകുനിച്ച് നിൽക്കുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു, ചെറിയൊരു കേസാണെങ്കിൽ പോലും. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് വേണ്ടി ആരുമില്ല അമ്മയെ വാദിക്കാനായിട്ട്, അമ്മ ഞങ്ങളുടെ അഡ്വക്കേറ്റായിട്ട് പോയി നിന്ന് കോർട്ടിൽ പോയി ഞങ്ങളെ ജയിപ്പിച്ച് തരണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾക്ക് ഈ കേസ് കൊടുത്ത കമ്പനിയിൽ നിന്ന് ഒരു ഇമെയിൽ വരുവാണ്, നിങ്ങൾ 180 പൗണ്ട് അടയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോർട്ടിൽ നിന്നുള്ള കേസ് പിൻവലിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കണ്ടപാടെ ഞാൻ ഹസ്ബൻഡിനോട് ഞാൻ ഓഫീസിലായിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇമെയിൽ എനിക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഞാൻ ഉടനെ എന്നെ തിരിച്ച് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി, എത്രയും പെട്ടെന്ന് ആ പൈസ അടച്ചിട്ട് നമുക്കിതിൽ നിന്ന് ഊരി പോരാമെന്ന്. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്ക് അമ്മ തന്നൊരു വലിയ അനുഗ്രഹമാണ്. അമ്മ എന്നോട് സംസാരിക്കും പല പല അവസരങ്ങളിൽ. അതെൻ്റെ മനസ്സിൽ ഒരു ശബ്ദമായിട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, ആരോ എന്നോട് സംസാരിക്കുന്ന പോലെ തന്നെ.
ചിലപ്പോൾ അത് അമ്മയായിരിക്കും, ചിലപ്പോൾ ഈശോ ആയിരിക്കും, ചിലപ്പോൾ പരിശുദ്ധാത്മാവായിരിക്കും. എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ശബ്ദം കേൾക്കുമ്പോൾ എനിക്കറിയാം അത് അമ്മയാണോ ഈശോയാണോ പരിശുദ്ധാത്മാവാണോ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ഈ പ്രാവശ്യം അമ്മ എന്നോട് പറഞ്ഞു, നീ പൈസ അടയ്ക്കരുത്, ഞാൻ നിനക്ക് തന്ന ഒരു അവസരമാണിത്, നീ ഒരു കാര്യം ചെയ്യണം, നീ ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്തിട്ട് വക്കീലന്മാരെങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ തന്നെ ലോ പോയിൻ്റ് ബൈ ലോ പോയിൻ്റ് നീ അവർക്കൊരു ഇമെയിൽ എഴുതി അയക്കണം, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു മെസ്സേജാണ് എനിക്ക് കിട്ടുന്നത്, നമുക്ക് പൈസ അടയ്ക്കണ്ട, നമുക്കിങ്ങനൊരു ഇമെയിൽ അയക്കാം. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു ഇമെയിൽ അയച്ചു. 2-3 ദിവസമായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് റിപ്ലൈ ഒന്നുമില്ല. അപ്പോൾ ഹസ്ബൻഡ് അവരെ ഒന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ റിസപ്ഷനിലുള്ള ലേഡിയാണ് ഫോൺ എടുക്കുന്നത്. അവർക്ക് കേസിനെ പറ്റിയൊന്നും അറിയില്ല, പക്ഷേ അവർ റെക്കോർഡ് നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കാണാം നിങ്ങളിങ്ങനെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കോർട്ടിൽ പോകാൻ റെഡിയാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ഓക്കെ അതിവിടെ റെക്കോർഡഡ് ആയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ദൈവമേ അമ്മേ, നീ പറഞ്ഞിട്ടല്ലേ ഞാനിങ്ങനെ മെയിൽ അയച്ചേ, അവസാനം നീ ഞങ്ങളെ ആപ്പിലാക്കിയോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു, എന്തായാലും കുഴപ്പമില്ല, നീ വന്നാൽ മതി ഞങ്ങളുടെ അഡ്വക്കേറ്റായിട്ട് കോർട്ടിൽ പോകാൻ, ഞങ്ങൾക്ക് എന്നിട്ട് വാദിച്ച് വിജയിച്ച് തന്നാൽ മതി. അപ്പം നമ്മൾ റെഡിയായി നിൽക്കുകയാണ്. ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോഴേക്കും ആ കമ്പനിയിൽ നിന്ന് തിരിച്ച് ഇമെയിൽ വന്നു, നിങ്ങൾക്കെതിരെയുള്ള കേസ് ഞങ്ങൾ നിരുപാധികം പിൻവലിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കയ്യിൽ ഒരു റെക്കോർഡും ഉണ്ടായിരുന്നില്ല തെളിയിക്കാനായിട്ട്. കോർട്ടിൽ പോയിരുന്നെങ്കിൽ നമ്മൾ തോറ്റുപോയേനെ. പക്ഷെ അവിടെ എത്തിക്കാതെ അമ്മ ഞങ്ങളെ സഹായിച്ചു.